ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണായ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം ദശമ മന്ത്രം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. യാജ്ഞവൽക്യൈതിഹോവാച കത്യയമധ്യ ഉദ്ഗാദ അസ്മിൻ യജ്ഞേ ശ്രോത്രിയാഃ സ്തോഷ്യതി ഇതി തിസ്ര ഇതി കഥമാസ്താത് തിസ്ര ഇതി പുരോനുവാക്യ च याज्या च सस्यैव तृतीया कथमास्ताया अध्यात्ममिति प्राण एव पुरोनुवाक्य अपानो याज्या व्यानः सस्य किं ताभिः जयति इति पृथिवी लोकमेव पुरोनुवाक्यया जयति अन्तरिक्षलोकं याज्यया द्युलोकं शस्यया ततोह होदा अश्वलक उपरराम. യാജ്ഞവൽക്യ മഹർഷിയോട് അശ്വലന്റെ സാമവേദത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ് അല്ലെ പ്രശ്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമവേദ യാഗം ചെയ്യുമ്പോൾ അല്ലേ ആ യാഗത്തിൻ്റെ മുഖ്യ പുരോഹിതനായ ഉദ്ഗാതാവ് ആ സാമവേദ യാഗത്തിൻ്റെ മുഖ്യ ദേവതയായ വായുദേവന് എന്തൊക്കെ സ്തുതികളിലൂടെയാണ് പ്രീതിപ്പെടുത്തുന്നത്, എത്ര തരമുണ്ടെന്ന് ചോദിച്ചു. അത് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു 3 തരമുണ്ടെന്ന്. അതേതെന്ന് ചോദിച്ചു. അശ്വലൻ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു അത് പുരോനുവാക്യം, യാജ്യം, ശസ്യം എന്ന് 3 പേരുകളോടുകൂടിയാണ് ഏതു വേദത്തിലും ദേവതകളെ യാഗഭൂമിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്, അവർക്ക് ഉപചാരങ്ങൾ നൽകുന്നത്, നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, അതിന് വന്നതിന് കൃതാർത്ഥത അർപ്പിക്കുന്നത് 3 തരത്തിലാണ് എന്ന് പറഞ്ഞു. പുരോനുവാക്യം, യാജ്യം, ശസ്യം എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. അപ്പം അതിനുശേഷം അശ്വലൻ ചോദിക്കുകയാണ്, ഈ യാഗം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ ഒരാൾക്ക്, സാമവേദ ആയിക്കോട്ടെ ഋഗ്വേദ ഏത് യാഗവും ചെയ്യാൻ സാധിക്കുന്നില്ലേ, അദ്ദേഹം എങ്ങനെ അധ്യാത്മം ഇതി കഥമാസ്തായ അധ്യാത്മവിധി, അതായത് എങ്ങനെ വളരെ ലളിതമായി ചെയ്തുകൊണ്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് യാഗത്തിൻ്റെ ഫലം നേടിയെടുക്കാം എന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് അടുത്തതായി ചോദ്യം ചോദിച്ചു. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്ന നമ്മൾ കണ്ടു. പ്രാണയേവ പുരോനുവാക്യ. അപ്പം ഈ ആഹൂതികൾ അർപ്പിച്ച് വളരെ വിപുലമായിട്ടൊന്നും യാഗം ചെയ്യുന്നില്ലെങ്കിലും എന്ത് വേണം, നമുക്ക് സ്വർഗലോകമാണ് അല്ലെങ്കിൽ ഇഹലോക ഭോഗമാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യാഗത്തിന് ഉപയോഗിക്കുന്ന സകല മന്ത്രങ്ങളും പാരായണം ചെയ്തുകൊണ്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ഇന്ന ഫലത്തെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് സമ്പത്തുപാസനയിലൂടെ ഫലം നേടിയെടുക്കാൻ സാധ്യമാകും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിനുള്ള രീതികൾ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഒന്നാമത്തത് പ്രാണയേവ പുരോനുവാക്യം,
അതായത് പുരോനുവാക്യം എന്ന അർത്ഥം നമ്മൾ പഠിച്ചു. ദേവതകളെ ആനയിക്കുന്ന ആ സ്തുതിയെയാണ് പുരോനുവാക്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷേ എനിക്ക് യാഗമൊന്നും ചെയ്യാൻ സാധ്യമല്ല, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിനുമുള്ള എന്താ പറയുക, ഓപ്ഷൻസ് വേദത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വളരെ വിപുലമായിട്ടൊന്നും യാഗം ചെയ്യേണ്ട, ഈ മന്ത്രങ്ങൾ നിത്യവും ഭാവന ചെയ്ത് സങ്കല്പിച്ച് പാരായണം ചെയ്ത് ദേവതയെ സ്തുതിച്ചാൽ കാലക്രമത്തിൽ ദേവതയുടെ പ്രീതി ഉണ്ടാകും. എന്ത് പ്രീതിയാണ് കിട്ടുന്നത്? വായുദേവതയാണ് സാമവേദത്തിൻ്റെ മുഖ്യ ദേവത. വായുവിൻ്റെ പ്രഥമ ഭാവമായ പ്രാണന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ നിത്യവും ഇരുന്ന് ഈ മന്ത്രങ്ങൾ പഠിക്കണം കേട്ടോ. അതായത് ദേവതയെ സ്തുതിക്കേണ്ട മന്ത്രങ്ങൾ കാണാണ്ട് നമ്മൾ കണ്ടസ്ഥാക്കണം, മനപ്പാഠം പഠിക്കണം. എന്നിട്ട് നിത്യവും ഇരുന്ന് സങ്കല്പിച്ച് ദേവതയെ സ്തുതിക്കണം. അല്ലേ? ഇപ്പം നമ്മൾ ഭാഗ്യസൂക്തം ചെയ്യുന്നു. വളരെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിത്യം പോയി ക്ഷേത്രത്തിൽ പോയി ഇന്ന ഭാഗ്യം വേണം എന്ന് പറഞ്ഞ് ഭാഗ്യസൂക്തം നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഭാഗ്യസൂക്ത ആ സൂക്തം കാണാണ്ട് പഠിച്ചാലല്ലേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ നിത്യം, പക്ഷെ നമ്മൾ ക്ഷേത്രത്തിലാണെങ്കിൽ നിത്യം ചെയ്യില്ല. നമ്മൾ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ നമ്മുടെ പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ഇന്ന വിശേഷ ദിവസങ്ങളിൽ അല്ലേ നിത്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് പ്രായോഗികമായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന ഭാഗ്യങ്ങളാണ് വേണ്ടത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ഭാഗ്യസൂക്തം ആ സൂക്തം പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഭാഗ്യദേവതയുടെ അനുഗ്രഹം അല്ലേ? എന്തൊക്കെയാണ്, എന്ത് ഫലമാണോ എനിക്ക് വേണ്ടത്, ഇന്ന ഭാഗ്യങ്ങളാണ് വേണ്ടത്, അത് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് നിത്യം അനുഷ്ഠിക്കാം. അപ്പോൾ അതെന്തായി? സമ്പത്ത് ഉപാസനയായി മാറും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫലം, എനിക്ക് മേധാ ആണ് വേണ്ടത് അല്ലേ? എനിക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നു, നമ്മളൊക്കെ സംഭവിക്കാവുന്നതാണ്. അതിനൊരു പ്രായപരിധിയൊന്നുമില്ല അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരഘടന അനുസരിച്ച് അത് ചിലപ്പം നേരത്തെ ആകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വാർദ്ധക്യത്തിലാവാം. അപ്പം എനിക്ക് ശാസ്ത്രം പഠിക്കണം, എനിക്ക് ഓർമ്മ വേണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എന്നും ക്ഷേത്രത്തിൽ പോയി അല്ലേ മേധാസൂക്തം പുഷ്പാഞ്ജലി നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വീട്ടിലിരുന്ന് തന്നെ സമ്പത്ത് ഉപാസന ചെയ്യണം അല്ലേ? ഓം മേധാദേവി ജുഷമാണാന ആഹാ ചൊല്ലിയാൽ മതി അല്ലേ? അപ്പോൾ ആ വളരെ ലളിതമായി ചെയ്യുന്നതിനെയാണ് സമ്പത്ത് ഉപാസന എന്ന് പറയുന്നത്. അങ്ങനെ എന്താണോ, പുരുഷ സൂക്തമാണോ അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചനയാണോ, എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് വളരെ വിപുലമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടെയും അവർക്ക് അതിൻ്റെ ഫലം നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെ? നിത്യേന നിഷ്ഠയോടുകൂടി സമ്പത്ത് ഉപാസനാ രീതിയിൽ അനുഷ്ഠിച്ചാൽ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അപ്പോൾ ഇവിടെ സാമവേദത്തിൻ്റെ യാഗത്തിൻ്റെ ഫലമാണ് വേണ്ടതെങ്കിൽ, സാമവേദ യാഗം ചെയ്യുവാനുള്ള കഴിവില്ലെങ്കിൽ പോലും അവർക്ക് സമ്പത്ത് ഉപാസനയിലൂടെ ആ ഫലത്തെ നേടിയെടുക്കാൻ സാധിക്കും. ദേവതയെ സ്തുതിക്കുകയാണ് നാം ചെയ്യുന്നതെങ്കിൽ എന്താണ്? വായുദേവൻ്റെ പ്രാണാനുഗ്രഹം എനിക്കുണ്ടാകും. ഇനി അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രാണയേവ പുരോനുവാക്യ അപാനോ യാജ്യ അല്ലേ? അപാനോ യാജ്യ അവിടെ എഴുതിക്കോളൂ. ഇന്നലെ നമ്മൾ എഴുതിയതുപോലെ തന്നെ എഴുതാം. സാമവേദ യജ്ഞയാഗാദി സമയത്ത് ദേവതാ പ്രീതിക്കായി, ദേവത എന്ന് വെച്ചാൽ വായുദേവത കേട്ടോ, വായുദേവതാ പ്രീതിക്കായി, കാരണം മുഖ്യ ഫലം നൽകുന്ന ദേവത വായുവാണ്. സാമവേദ യജ്ഞയാഗാദി സമയത്ത് വായുദേവതാ പ്രീതിക്കായി
ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു യാജ്യങ്ങൾ. ദേവതയെന്ന് വെച്ചാൽ ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു യാജ്യങ്ങൾ. ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാം. സാമവേദ യജ്ഞ യാഗാദി സമയത്ത് വായുദേവതാ പ്രീതിക്കായി, ഇവിടെ പ്രീതി എന്ന് വെച്ചാൽ ഇഹലോക പരലോക സുഖം കേട്ടോ. പ്രീതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റിസൾട്ട് എന്നാണ്. എന്ത് ഫലമാണോ അവർ നൽകുന്നത്, ഒന്ന് ഇഹലോക സുഖം അല്ലെങ്കിൽ പരലോക സുഖം, അത് അല്ലേ പ്രീതി എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. സാമവേദ യജ്ഞയാഗാദി സമയത്ത് വായുദേവതാ പ്രീതിക്കായി ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു യാജ്യങ്ങൾ. ഈ സ്തുതിയിലൂടെ വായുദേവന്റെ പഞ്ചഭാവങ്ങളിൽ, വായുദേവതയുടെ പഞ്ചഭാവങ്ങളിൽ ദ്വിതീയ ഭാവമായ അപാന വായുഭാവത്തെയാണ് സ്തുതിക്കുന്നത്. അപാന വായുഭാവത്തെയാണ് സ്തുതിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. സ്തുതിക്കുന്നത്. അതിലൂടെ അപാനവായുവിൻ്റെ അനുഗ്രഹഫലത്തെ ഉദ്ഗാതാവിനും യജമാനനും ലഭ്യമാകുന്നു. അപാന വായുഭാവത്തെയാണ് സ്തുതിക്കുന്നത്. അതിലൂടെ അപാനവായുവിൻ്റെ അനുഗ്രഹഫലത്തെ ഉദ്ഗാതാവിനും യജമാനനും ലഭ്യമാകുന്നു. ഒന്നുകൂടെ പറയാം. വളരെ സന്തോഷം. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ അപാനോ യാജ്യഃ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇപ്പം നമ്മൾ എഴുതിയത്. പ്രാണന് 5 ഭാവങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. അപ്പം പുരോനുവാക്യം എന്ന സ്തുതിയിലൂടെ 1ാമത്തെ ഭാവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 5 ഭാവങ്ങൾക്കും അൾട്ടിമേറ്റ് ആയിട്ട് നൽകാൻ സാധിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇഹലോക പരലോക സുഖമാണ്. പക്ഷെ ഓരോ ഭാവവും ഈ സ്തുതി കേട്ടിട്ട് ഈ പ്രാണൻ്റെ ഇപ്പം നമ്മൾ ഒരു മനസ്സിലാക്കാനായിട്ട് എളുപ്പ വഴിക്ക് ഈ 5 മുഖങ്ങളാണെന്ന് വിചാരിച്ചു. വായുദേവൻ്റെ 5 മുഖങ്ങളാണ് ഈ 5 ഭാവങ്ങൾ. അപ്പോൾ ഓരോ മുഖത്തിൽ നിന്നുമുള്ള അനുഗ്രഹം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1ാമത്തത് എന്താണ്? വായുദേവൻ്റെ
അനുഗ്രഹം അല്ലെ, പ്രാണൻ എന്ന അനുഗ്രഹ ഫലത്തെയാണ് ഒന്നാമത്തെ സ്തുതിയിലൂടെ കിട്ടുന്നത്. രണ്ടാമത്തെ സ്തുതിയിലൂടെ യാജ്യം എന്ന സ്തുതിക്കാൻ, യാജ്യം എന്ന സ്തുതി എന്താണ്? ദേവത വന്നിരുന്നു യാഗഭൂമിയിൽ, പിന്നെ ദേവതയ്ക്ക് നമ്മൾ ഉപചാരങ്ങളൊക്കെ കൊടുക്കുന്നു സ്തുതിയിലൂടെ, ഇത് സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ. അതാണ് ഉപചാരങ്ങളെല്ലാം കൊടുത്ത് പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുക. ഇന്നത് വേണം എനിക്ക് അല്ലേ, ധനം ധാന്യം ബഹുപുത്ര ലാഭം ശതസംവത്സരം ദീർഘമായുഹു നൽകണേ നൽകണേ എന്നുള്ള സ്തുതി അല്ലേ, പ്രാർത്ഥന. അതാണ് യാജ്യം എന്ന്. അപ്പോൾ എന്താണ്? വായുദേവൻ്റെ ദ്വിതീയ മുഖമായ അപാനൻ്റെ അനുഗ്രഹം, അപാനഭാവത്തിൻ്റെ അനുഗ്രഹം ലഭ്യമാകും എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ഇനി അടുത്തത് ധ്യാനഃ സസ്യഃ. മൂന്നാമത്തത് സസ്യ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വന്നതിനും ഞാൻ എൻ്റെ ക്ഷണപ്രകാരം അങ്ങ് വന്നു, അതിന് കൃതാർത്ഥത, അതിന് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. പിന്നെ അടുത്ത എന്താണ്? എൻ്റെ ആവശ്യങ്ങളെല്ലാം കേട്ടതിന് നന്ദി, അങ്ങേക്ക് തിരിച്ചു പോകാം, എൻ്റെ യാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, അങ്ങ് മടങ്ങിപ്പോകണം. മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ, ഞാൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതെല്ലാം എനിക്ക് നൽകുമാറാകണേ. അതാണ് മൂന്നാമത്തത് സസ്യ. അപ്പോൾ അതിലൂടെ വായുദേവൻ്റെ ഏത് ഭാവമാണ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ധ്യാനഃ സസ്യ. ധ്യാനം എന്ന് വെച്ചാൽ പ്രാണൻ്റെ അഞ്ചാമത്തെ ഭാവം അല്ലേ, വായുദേവതയുടെ അഞ്ചാമത്തെ ഭാവം. അതാണ് നമ്മൾ അടുത്തത് എഴുതിക്കോളൂ. ഇത് നമ്മൾ എഴുതിയത് തന്നെയാണ് ആദ്യത്തെ വരികളിലെ സാമവേദ യജ്ഞയാഗാദി അന്ത്യത്തിൽ. അന്ത്യത്തിൽ എന്ന് വെച്ചാൽ അവസാനത്തിൽ അല്ലേ, യജ്ഞത്തിൻ്റെ അവസാന ഭാഗത്ത് സാമവേദ യജ്ഞയാഗാദികളുടെ അന്ത്യത്തിൽ, സാമവേദ യജ്ഞയാഗാദികളുടെ അന്ത്യത്തിൽ വായുദേവതാ പ്രീതിക്കായി ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു സസ്യങ്ങൾ. സാമവേദ യജ്ഞയാഗാദി അന്ത്യത്തിൽ വായുദേവതാ പ്രീതിക്കായി ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകൾ. ഹൃക്കെന്ന് വെച്ചാൽ സ്തുതി മന്ത്രങ്ങൾ അല്ലെ, ഹൃക്ക് എന്ന വാക്കിന് എല്ലായിടത്തും ഒരേ അർത്ഥമാണ്, സ്തുതി മന്ത്രങ്ങൾ അല്ലെ. നമ്മൾ പലയിടത്ത് എഴുതിയത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു സസ്യങ്ങൾ. ഫുൾ സ്റ്റോപ്പ്. ഈ സ്തുതിയിലൂടെ വായുദേവതയുടെ പഞ്ചഭാവങ്ങളിൽ എഴുതണം കേട്ടോ എല്ലാവരും. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റെക്കോർഡ് കേട്ട് എഴുതാൻ സമയമുണ്ടെങ്കിൽ അതാണേലും മതി. ഈ സ്തുതിയിലൂടെ വായുദേവതയുടെ പഞ്ചഭാവങ്ങളിൽ അവസാന ഭാവമായ ധ്യാനഭാവത്തെയാണ് സ്തുതിക്കുന്നത്. പഞ്ചഭാവങ്ങളിൽ അവസാന ഭാവമായ ധ്യാനഭാവത്തെയാണ് സ്തുതിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ധ്യാനഭാവത്തെയാണ് സ്തുതിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. അതിലൂടെ ധ്യാനവായുവിൻ്റെ അനുഗ്രഹഫലത്തെ ധ്യാന
വായുവിൻ്റെ അനുഗ്രഹ ഫലത്തെ ഉദ്ഗാതാവിനും യജമാനനും ലഭ്യമാകുന്നു. ഉദ്ഗാതാവിനും യജമാനനും ലഭ്യമാകുന്നു. ഒന്നുകൂടെ പറയാവേ. സാമവേദ യജ്ഞയാഗാദി അന്ത്യത്തിൽ വായുദേവതാ പ്രീതിക്കായി ദേവതയെ സ്തുതിക്കുന്ന ഹൃക്കുകളാകുന്നു ശസ്യങ്ങൾ. ഈ സ്തുതിയിലൂടെ വായുദേവതയുടെ പഞ്ചഭാവങ്ങളിൽ അവസാന ഭാവമായ വ്യാനഭാവത്തെയാണ് സ്തുതിക്കുന്നത്. അതിലൂടെ വ്യാനവായുവിൻ്റെ അനുഗ്രഹ ഫലത്തെ ഉദ്ഗാതാവിന് യജമാനനും ലഭ്യമാകുന്നു. അതായത് അഞ്ചാമത്തെ ഭാവത്തിന്. അപ്പം എന്തായിരുന്നു ശസ്യം എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ അങ്ങ് വന്നതിനുള്ള കൃതാർത്ഥത, സ്തുതി, പിന്നെ എൻ്റെ ആവശ്യങ്ങളൊക്കെ സ്വീകരിച്ചു എന്ന് ഞാൻ സങ്കല്പിക്കുന്നു, അതിനുള്ള കൃതാർത്ഥത, അതാണ് ശസ്യം. പിന്നെ വീണ്ടും വരണേ എന്നുള്ള പ്രാർത്ഥന അല്ലേ, വന്നതിന് നന്ദി, എനിക്കിനി ഞാൻ എപ്പോഴാണോ യാഗം ചെയ്യുന്നത് അപ്പോഴൊക്കെ അങ്ങ് വന്നോണം. കാരണം ദേവതയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ യാഗം കൊണ്ട് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങ് വീണ്ടും വരണേ, അതാണ് ശസ്യമെന്നുള്ള സ്തുതി. ആ സ്തുതി കേട്ടതിന് നന്ദി. പിന്നെ എന്താണ്, അതിലൂടെ ആരെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്? വായുവിൻ്റെ അഞ്ചാമത്തെ ഭാവം, വ്യാനഭാവം അല്ലേ. ഈ ഭാവങ്ങൾ നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് അല്ലേ. പ്രാണൻ എന്നാൽ ഉച്ഛ്വാസ നിശ്വാസം അല്ലേ, ആ ജോലി ചെയ്യുകയാണ്, ധർമ്മം ചെയ്യുകയാണ്, വായുവിൻ്റെ ഒന്നാമത്തെ ഭാവം. പിന്നെ അപാനൻ എന്താണ്? വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാവമാണ് അപാനൻ. പിന്നെ സമാനൻ, എല്ലാത്തിനെയും ദഹനം, പോഷകം അതെല്ലാം എത്തിക്കുന്ന, എല്ലായിടത്തും സമമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നയാളല്ലേ സമാനൻ. പിന്നെ ഉദാനൻ എന്താ? മനസ്സ്, ബുദ്ധി ഇത്യാദികളെ സംരക്ഷിക്കുന്നത് അല്ലേ. അന്നമയം ഹി സൗമ്യ മനഃ ആപോമയ പ്രാണഃ തേജോമയി വാക് ഇതി. ചാന്തോക്യോപനിഷത്ത് 6ാം അധ്യായം 6ാം അധ്യായത്തിൽ അല്ലേ, ശ്വേതകേതു പട്ടിണി കിടന്നപ്പം പറഞ്ഞില്ലേ, അന്നമയം ഹി സൗമ്യ മനഃ അല്ലേ. മനസ്സിനെ നിയന്ത്രിക്കുന്നത്, നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു അല്ലേ, അതിനനുസരിച്ചാണ് മനസ്സിൻ്റെ നിയന്ത്രണം എന്നൊക്കെ പഠിച്ചില്ലേ. അവിടെ നമ്മൾ ഈ ഉദാഹരണനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഉദാനൻ മനസ്സ്, ബുദ്ധി, വാഗേന്ദ്രിയം ഇത്യാദി ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, ഉദാനവായു. പിന്നെ അവസാനത്തത് എന്താണ്? വ്യാനൻ. വ്യാനൻ്റെ ധർമ്മം എന്താണ്? രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ, അതാണ് വ്യാനം ചെയ്യുന്നത്. നമ്മൾ തത്വബോധത്തിൽ പഠിച്ചു, വിവേക ചൂഡാമണിയിൽ പഠിച്ച്, വേദാന്തസാരത്തിൽ പഠിച്ചു, ഇത്രയും പ്രകരണ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഈ 5 ഭാവങ്ങളിൽ 3 ഭാവങ്ങളെയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നത്. പുരോനുവാക്യ, യാജ്യ, സസ്യ എന്നുള്ളത്. നമുക്ക് മടങ്ങി വരാം മന്ത്രത്തിലേക്ക്. പ്രാണയേവ പുരോനുവാക്യ, അത് നമ്മൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ സ്തുതിയിലൂടെ പ്രാണഭാവത്തിൻ്റെ അനുഗ്രഹം. അപാനോ യാജ്യ, യാജ്യം എന്ന സ്തുതിയിലൂടെ അപാനഭാവത്തിൻ്റെ അനുഗ്രഹം. വ്യാനഃ സസ്യ, അവസാനത്തെ സ്തുതിയിലൂടെ, സസ്യം എന്ന സ്തുതിയിലൂടെ വ്യാനഭാവത്തിൻ്റെ അനുഗ്രഹം. ഇത്രയും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിനുശേഷം അശ്വലൻ്റെ ചോദ്യമാണ്, കിം താഭിഹി ജയതി ഇതി. ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി. ജയതി എന്ന വാക്കിന് പ്രാപ്യതി എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്തുതികളാൽ. കിം താഭിഹി, ഏത് സ്തുതികളാൽ? പുരോനുവാക്യം എന്ന സ്തുതി, യാജ്യം എന്ന സ്തുതി, സസ്യം എന്ന സ്തുതി. ഈ സ്തുതികളാൽ യജമാനനും ഉദ്ഗാതാവും, മുഖ്യഫല യജമാനനാണ് കേട്ടോ, പിന്നെ അവാന്തര ഫലമേ ഉള്ളൂ ഉദ്ഗാതാവിന്. ഈ സ്തുതികളാൽ യജമാനനും ഉദ്ഗാതാവിനും എങ്ങനെ ഉയർന്ന ലോകപ്രാപ്തി ഉണ്ടാകും?
അതാണ് കിം താഭിഹി ജയതീതി. അശ്വലൻ ചോദിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷിയോട്. ഈ 3 സ്തുതികളും നടത്തി വായുദേവനെ നമ്മളങ്ങ് പ്രീതരാക്കിയല്ലോ. അവരെ എന്തൊക്കെ കൊണ്ട് അവരെ സംപ്രീതരാക്കോ ദേവതകളെ, അതെല്ലാം ചെയ്ത്. അപ്പം അങ്ങനെ വായുദേവന്റെ അനുഗ്രഹം, എന്തനുഗ്രഹമാ വായുദേവൻ. നമ്മൾ മുമ്പെയൊക്കെ എഴുതിയില്ലേ അവസാനം, യജമാനനും ഉദ്ഗാതാവിനും വായുവിൻ്റെ അനുഗ്രഹ ഫലം ഉണ്ടാകും. അപ്പം എന്തനുഗ്രഹമാണ് എന്ന് വീണ്ടും ചോദിക്കുകയാണ് ജയതി എന്ന വാക്കുകൊണ്ട്. എന്ത് ഫലമാണ് അല്ലേ, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് റിസൾട്ട്, അതാണ് അശ്വലൻ ചോദിക്കുന്നത്. ഈ സ്തുതിയിലൂടെ എന്ത് ഫലമാണ് സ്തുതിക്കുന്നവർക്കും യജമാനനും ലഭിക്കുക. അപ്പം അത് പറയുകയാണ്. അടുത്ത ഡയലോഗ് യാജ്ഞവൽക്യ മഹർഷിയുടെയാണ്. പൃഥിവീലോകമേവ പുരോനുവാക്യ ജയതി. പൃഥിവീലോകമേവ പുരോനുവാക്യ ജയതി. ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി. പൃഥിവീലോകമേവ പുരോനുവാക്യ പ്രാപ്യതി. പുരോനുവാക്യം എന്ന സ്തുതിയിലൂടെ, അതായത് ഫസ്റ്റ് ഇൻവിറ്റേഷൻ, അത് ഓർത്താൽ മതി. ഈ വാക്കുകൾ നമുക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റുന്നില്ലേ, വിട്ടേര്. അവരെ ക്ഷണിക്കുക, അവരെ അവിടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അവരെ പറഞ്ഞയക്കുക. അത് അപ്പോൾ ഫസ്റ്റ് ആ ക്ഷണമാണ്. അപ്പോൾ ആ ക്ഷണിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുകയാണ്, ഒരു വിവാഹമോ എന്തെങ്കിലും. അപ്പം നമ്മളൊരു വീട്ടിൽ ഒരാൾ, ഇപ്പം നമ്മൾ അത്ര നിങ്ങൾ എന്തായാലും വരണം, അല്ലെ നിങ്ങൾ തലേദിവസേ വരണം, കുടുംബസമേതം വരണം, അല്ലേ? അങ്ങനെ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ എന്താ ഫലം കിട്ടുക? എന്തായിരിക്കും ഫലം? അപ്പം അവർ പറയൂ, ഇത്രയും അവർ ക്ഷണിച്ചാൽ കണ്ടില്ലേ, അവർ എല്ലാവരും. ഇപ്പം നമ്മൾ ഒരാൾ ക്ഷണിക്കാൻ പോവല്ല, നമ്മളെല്ലാവരും കൂടെ കുടുംബസമേതം പോവുകയാണ് ഒരു വീട്ടിൽ. അയ്യോ കണ്ടോ, അവരെല്ലാവരും വന്നതാണ്, നമ്മളെ അത്രയും കാര്യമായിട്ട് ക്ഷണിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം പോകണം. ഇപ്പം എന്തൊക്കെയാണല്ലേ നടക്കുക, 2, 3, 5 ദിവസമൊക്കെയാണ് ഫങ്ഷൻസ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ എന്താണ്, അവരും കണ്ടോ, അവർ കുടുംബസമേതം നമ്മളെ വന്ന് ക്ഷണിച്ചാണ്, അപ്പം നമ്മൾ കുടുംബസമേതം തന്നെ പോകണം, അല്ലേ? അപ്പോൾ ആ ഇൻവിറ്റേഷൻ്റെ കാഠിന്യം അനുസരിച്ചാണ് നമ്മുടെ റിസൾട്ടും, നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരാളെ ക്ഷണിച്ച, പലയിടത്തും പറയുന്നു ദൂരെയാണ് കല്യാണം വെച്ചിരിക്കുന്നത്, അല്ല ഇന്ന കാര്യം, അതുകൊണ്ട് വണ്ടിയിൽ സ്ഥലമില്ലെങ്കിൽ ഒരാൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മടിയാകും, അല്ലേ? അപ്പോൾ ഒരാളെ പോവുള്ളൂ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചുറ്റുപാട് നടക്കുന്നതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ദേവതയും നമ്മൾ എങ്ങനെ മാത്രം അവരെ ക്ഷണിക്കുന്നുവോ സ്തുതിയിലൂടെ, അങ്ങനെ അവരും വരും, അവരുടെ അനുഗ്രഹവും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്തുതിക്കുന്നതിലൂടെ എന്ത് ഫലമാണ് ദേവത തരിക? പൃഥിവീലോകമേവ, അവർ പൃഥിവീലോകത്തെ ജയതി. അതായത് ഇവിടെ പൃഥിവീ ലോകം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ശരീരം എടുക്കേണ്ടി വന്നാലും അവർക്ക് മനുഷ്യ ശരീരം, മനുഷ്യലോകത്ത്, പൃഥിവീ ലോകം എന്ന് വെച്ചാൽ മനുഷ്യലോകം. മനുഷ്യലോകം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരം. അതായത് ഇനിയും ഇവർക്ക് ദേവലോകമൊന്നും കിട്ടിയില്ല എങ്കിലും സാമവേദ യാഗത്തിലൂടെ വായുദേവനെ അങ്ങനെ സോപ്പിട്ട് വായുദേവനെ എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിലാക്കാൻ പറ്റിയില്ലെങ്കിലും എന്താണ്, വായുദേവൻ്റെ ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ ചെയ്തതല്ലേ അവർക്ക് ഇനിയും തിര്യക്കാദി ശരീരങ്ങൾ ഉണ്ടാവില്ല, അതായത് പാപയോനി പ്രാപ്തി ഉണ്ടാവില്ല. അവർക്ക് എന്താണ്, മനുഷ്യ ശരീരപ്രാപ്തിയുണ്ട്. അതാണ് പൃഥിവീലോകമേവ പുരോനുവാക്യ. ആ ഒറ്റ സ്തുതിയിലൂടെ ഇവർക്ക് ഇനിയും ഗ്യാരണ്ടിയാണ്. നെക്സ്റ്റ് പുനർജന്മം എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. എന്ത് ഗ്യാരണ്ടി? മനുഷ്യ ശരീരം മാത്രമേ കിട്ടുള്ളൂ. അതിലും താഴേക്കുള്ള ശരീരപ്രാപ്തി ഒരിക്കലും ലഭിക്കില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇനിയും അടുത്ത ജന്മത്തിൽ, അത് കഴിഞ്ഞ് 10 ജന്മം കഴിഞ്ഞ് കിട്ടാം കേട്ടോ. അതല്ല നമ്മൾ പറയുന്നത്, നെക്സ്റ്റ് ലൈഫ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. പൃഥിവീലോകം എന്ന് പറഞ്ഞ മനുഷ്യ ശരീരം ഏവ പുരോനുവാക്യ പ്രാപ്യതി. മനുഷ്യ ലോകം മനുഷ്യ ശരീരം ഏവ പുരോനുവാക്യ പ്രാപ്യതി. പുരോനുവാക്യമെന്ന ഹൃക്കിലൂടെ അവർ മനുഷ്യ ശരീരത്തെ ആയിരിക്കും അടുത്ത പുനർജന്മത്തിൽ ലഭ്യമാകും അവർക്ക്. ഇനി അടുത്തത് അന്തരീക്ഷലോകം യാജ്യ. രണ്ടാമത്തെ സ്തുതിയിലൂടെ ഞാൻ ദേവതയെ കൊണ്ടുവന്ന് സ്തുതിച്ച് ആ യാഗഭൂമിയിൽ ഇരുത്തോ മാത്രമല്ല ചെയ്തത്, അവർക്ക് വേണ്ട എല്ലാ മര്യാദകളും അല്ല, ഒരു അതിഥി എങ്ങനെയാണോ വരുന്നത് ആ അതിഥിക്ക് നൽകേണ്ട, ഞാൻ ക്ഷണിച്ചിട്ട് വന്നയാളാണ്, അപ്പം കുറച്ചും കൂടെ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ. അവർക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും നമ്മളാൽ കഴിയും വിധം ഒരു പാകപ്പഴയും ഇല്ലാതെ അല്ല, ഒരു പിശുക്കും കാണിക്കാതെ ധാരാളമായിട്ട് ദേവതയ്ക്ക് വേണ്ട സർവോപചാരങ്ങളും നൽകുകയാണ് എങ്കിൽ ദേവത എന്തു ചെയ്യും? എന്നെ വെറുതെ ക്ഷണിച്ച് ഇവിടെ ഇരുത്തുക മാത്രമല്ല ചെയ്തത്, എനിക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും അവർ നൽകി. അതിൽ പ്രീതരായി ദേവത എന്തു ചെയ്യും? ദ്യുലോകം അന്തരീക്ഷലോകം യാജ്യ. അന്തരീക്ഷ ലോകത്തെ അവർ, അന്തരീക്ഷ ലോകം എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിന് മുകളിലുള്ള ലോകം, രണ്ട് ലോകങ്ങളെ, ഭുവഹ സുവഹ, അതിനെ അവർ പ്രാപിക്കും. അതാണ് അന്തരീക്ഷ ലോകം എന്നതുകൊണ്ട് നമ്മൾ കാണുന്ന ഈ അന്തരീക്ഷം അല്ല കേട്ടോ, നീലാകാശമുള്ള ഈ അന്തരീക്ഷം അല്ല. ഇവിടെ അന്തരീക്ഷ ലോകം എന്നുണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് ഭുവഹ സുവഹ ലോകാഹ പ്രാപ്യതി. ഭുവഹ സുവഹ ലോകാഹ പ്രാപ്യതി. അവർ ഇനിയും ഭുവഹ സുവഹ ലോകങ്ങളിൽ അവർ ഇനിയൊരു ജന്മം അവർക്ക് ഏതാണോ അതനുസരിച്ച്, അവരുടെ പുണ്യത്തിൻ്റെ തോതനുസരിച്ച് അന്തരീക്ഷ ലോകത്തിൽ അവർക്കൊരു സീറ്റ് ഉറപ്പാണ്. ഏത്? ദേവതയ്ക്ക് നൽകുന്ന ഉപചാരങ്ങൾക്കനുസരിച്ച്. ഇനി അടുത്തത്, ഇതെല്ലാം ചെയ്തു, അവരെ നമ്മൾ ക്ഷണിച്ചു, അതിലും ദേവത പ്രീതരായി, അവർ നമ്മൾക്ക് ഉപചാരങ്ങൾ നൽകി, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു, അതിലും ദേവത പ്രീതയായി. ഇനി അവസാനത്തെ നമ്മൾ വന്നതിനുള്ള കൃതാർത്ഥത പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്, പറഞ്ഞയക്കുകയാണ്. അതും നമ്മൾ ഉപചാരത്തോടു കൂടിയാണ്, ബഹുമാനത്തോടുകൂടി സർവ്വ ആദരവോടും കൂടെയാണ് ദേവതയെ പറഞ്ഞയക്കുന്നത് എങ്കിൽ അവസാനത്തെ അതിലും ദേവത പ്രീതയാവുകയാണ്. എന്താണ് നൽകുന്നത്? ദ്യുലോകം ശസ്യ. അവർക്ക് ദ്യുലോകപ്രാപ്തി. ദ്യുലോകം എന്ന് വെച്ചാൽ ഭൂഹു ഭുവഹ സുവഹ കഴിഞ്ഞുള്ള അടുത്ത ലോകങ്ങൾ, ദേവലോകപ്രാപ്തി. ദ്യുലോകം, ദ്യുലോകത്തിന് മറ്റർത്ഥങ്ങളുണ്ട്, അതല്ല ഇവിടുത്തെ അർത്ഥം കേട്ടോ. ഇവിടുത്തെ അർത്ഥം ഒന്നാമത്തത് ഭൂലോകം, രണ്ടാമത്തത് ഭുവഹ സുവഹ ലോകം, അടുത്ത മഹഹ ജനഹ ലോകം, അതാണ് ദ്യുലോകം. മഹഹ ജനഹ അതായത് ദേവലോകം, ദേവലോക പ്രാപ്തി. അങ്ങനെ ഇവര് പതിയെ 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 എവിടെ എത്തും? ദേവലോകത്ത് അല്ലേ, സ്വർഗലോകം. ദേവലോകം എന്ന് വെച്ചാൽ സ്വർഗലോകം, സ്വർഗലോക പ്രാപ്തി. എഴുതിയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഒന്നാമത്തത് പുരോനുവാക്യം എന്നതുകൊണ്ട് ആ സ്തുതിയിലാണ് ദേവത പ്രീതയാകുന്നെങ്കിൽ അവർക്ക് മനുഷ്യ ശരീരപ്രാപ്തി കിട്ടും. അല്ല, അതിലും കുറച്ചും കൂടെ നമ്മൾ വേണ്ട ഉപചാരങ്ങളൊക്കെ നൽകി അതിലാണ് ദേവത പ്രീതരാകുന്നെങ്കിൽ അവർക്ക് അന്തരീക്ഷ ലോകപ്രാപ്തി കിട്ടും പുനർജന്മത്തിൽ. അല്ല, അതും കഴിഞ്ഞ് മൂന്നാമത്തെ പടിയും അതിലാണ് ദേവത പ്രീതരാകുന്നതെങ്കിൽ അവർക്ക് എന്താണ്?
സ്വർഗലോകപ്രാപ്തി. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാം. യാഗം ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സമ്പത്ത് ഉപാസനയായും ചെയ്യും. എന്നും ഈ പുരോനുവാക്യം ശസ്യം യാജ്യം എന്നുള്ളത് വേദത്തിലുണ്ട്. അത് നമ്മൾ പഠിച്ച് നിത്യവും പാരായണം ചെയ്താൽ ഈ ഫലം കിട്ടും. ഏത് ഫലം? അവർക്ക് സ്വർഗലോകം വരെയുള്ള പ്രാപ്തി പുനർജന്മത്തിൽ ലഭ്യമാകും. അത് പറഞ്ഞതോടുകൂടി അശ്വലൻ ഉപരരാമനാവുകയാണ്. കാരണം ഇനി ചോദിക്കാനൊന്നുമില്ല അശ്വലൻ്റെ അടുത്ത്. കാരണം അശ്വലന് മനസ്സിലായി യാജ്ഞവൽക്യ മഹർഷിയുടെ ഇതുവരെയുള്ള, അതായത് 3ാമത്തെ മന്ത്രം മുതൽ 10ാമത്തെ മന്ത്രം വരെയുള്ള പ്രശ്നോത്തരിയിൽ, വാദപ്രതിവാദത്തിൽ ഒരു ന്യൂനതയും അശ്വലന് കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ആ വിദ്വത്സഭയിലുള്ള ജനക മഹാരാജാവായിക്കോട്ടെ, മറ്റ് ശാസ്ത്രാർത്ഥികളായിക്കോട്ടെ, പണ്ഡിതന്മാരായിക്കോട്ടെ, ആരും ഇതുവരെ ഒരു എതിർപ്പും കാണിക്കുന്നില്ല. എതിർപ്പുണ്ടെങ്കിൽ നമുക്കിവിടെ ആ സംഭാഷണത്തിൽ കാണാമായിരുന്നു. ആരും എതിർത്തുകൊണ്ട് വന്നിട്ടുമില്ല. അപ്പോൾ അശ്വലന് മനസ്സിലായി ഇനിയും ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. അശ്വലൻ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ അശ്വലൻ ചോദിച്ചു കഴിഞ്ഞു. തതഃ ഹ ഹോദ അശ്വലഃ, അതുകൊണ്ട്, തതഃ therefore, അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു, ഉത്തരങ്ങളും അവസാനിച്ചു. ഉത്തരത്തിൽ ഒരു ന്യൂനതയും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതാണ് തതഃ. യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയിൽ ഒരു തെറ്റും കാണാത്തത് കൊണ്ട്, അതുകൊണ്ട് ഹോദ അശ്വലഃ, ജനക മഹാരാജാവിൻ്റെ ഹോദാവായിരിക്കുന്ന, ഹോദ എന്ന് വെച്ചാൽ ജനക രാജ്യത്ത്, വൈദേഹ രാജ്യത്തെ ജനക മഹാരാജാവിൻ്റെ ഋഗ്വേദ മുഖ്യ പുരോഹിതനായ അശ്വലൻ, ഹോദാവായ അശ്വലൻ ഉപരരാമ, മതിയാക്കി. അതാണ് ഉപരരാമ. തർക്കമൊക്കെ അവസാനിപ്പിച്ചു അശ്വലൻ തൻ്റെ ചോദ്യത്തിൽ നിന്നും വിട പറയുന്നു. അതാണ് ഉപരരാമ. തർക്കസമാപ്തം അശ്വലഃ ഉപരരാമഃ. അശ്വലൻ ഇനി തർക്കിക്കാനൊന്നുമില്ല, ചോദിക്കാനൊന്നുമില്ല. കാരണം ഇനിയും ചോദിച്ചാൽ താൻ തോറ്റുപോകും എന്ന് അശ്വലന് മനസ്സിലായി. ഇത് മുന്നിലിരിക്കുന്ന ആള് യാജ്ഞവൽക്യ മഹർഷി ചില്ലറക്കാരനല്ല, നിസാരനല്ല എന്ന് അശ്വലന് മനസ്സിലായി. അശ്വലൻ ഉപരമിക്കുകയാണ്. അതായത് ഉപരമിക്കുക എന്ന് വെച്ചാൽ തൻ്റെ സംവാദത്തിൽ നിന്നും, ചോദ്യത്തിൽ നിന്നും അശ്വലൻ വിട പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരും എതിർക്കാത്തത് കൊണ്ടും അശ്വലന് പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ടും ജനക മഹാരാജാവിൻ്റെ മൗനസമ്മതവും ഉണ്ട് ഇവിടെ. അതും കൂടെ ഇവിടെ പറയുന്നില്ല, നമ്മളത് മനസ്സിലാക്കിക്കോണം. കാരണം ആ വിദ്വത്സഭയെ നിയന്ത്രിക്കുന്ന ആള് ജനക മഹാരാജാവാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള പൂർണ്ണ അധികാരം ജനക മഹാരാജാവിനാണുള്ളത്. അദ്ദേഹവും മൗനമായിരിക്കുകയാണ് ഇവിടെ, അദ്ദേഹവും എതിർക്കുന്നില്ല. അപ്പോൾ അശ്വലന് മനസ്സിലായി ഇനി ഞാൻ വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട, എൻ്റെ അറിവില്ലായ്മ ഈ വിദ്വത്സഭ മനസ്സിലാക്കും അല്ലേ. കാരണം ഇനിയും ഞാൻ ചോദിച്ചാൽ തോറ്റു പോകുമെന്ന് അശ്വലനറിയാം. അപ്പോൾ എന്താണ്, അശ്വലൻ്റെ അറിവില്ലായ്മയല്ലേ വിദ്വത്സഭയിൽ മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഈ ഹോദാവ് എന്നുള്ളത് വലിയൊരു തസ്തികയാണ്, വലിയൊരു പൊസിഷനാണ്. വെറുതെ ഒരാൾക്ക് ഒരു രാജ്യത്തെ രാജാവിൻ്റെ മുഖ്യ പുരോഹിതനാകാൻ സാധിക്കില്ല. മുഖ്യ പുരോഹിതനാണെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നാലേ അല്ലേ. ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വെറുതെ പറ്റുമോ? അല്ലെ മുഖ്യമന്ത്രിയുടെ എത്ര പ്രൈവറ്റ് സെക്രട്ടറിമാരാ, വെറുതെ ഒരാളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുമോ? അതിനുള്ള ഡെസിഗ്നേഷൻ അല്ലേ, അതിൽ ആ തസ്തികയിൽ എത്തണമെങ്കിൽ അവരെത്ര പഠിച്ചിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അവർക്കറിയണം അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ 4 ഭാഗവും അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളെ ആ
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ഹോതാവായ ആ ഹോതാവ് എന്നുള്ള ടൈറ്റില് വലിയൊരു തസ്തികയാണ്. അപ്പോൾ അത് വെറുതെ ഞാൻ ചീത്തയാക്കണ്ട. അതുമാത്രമല്ല, ഇനി ഞാൻ വെറുതെ എൻ്റെ ഗർവം കൊണ്ട് ഇതിലേക്ക് പോയാൽ ഉള്ളതും കൂടെ ഇല്ലാണ്ടാകും എന്ന് അശ്വലന് മനസ്സിലായി. ബ്രഹ്മിഷ്ഠനാണ് യാജ്ഞവൽക്യ മഹർഷി എന്ന്. അങ്ങനെ അശ്വലൻ വിട പറയുകയാണ് ചെയ്യുന്നത്. ജനക മഹാരാജാവും സമ്മതിക്കുന്നു. പ്രഥമ ബ്രാഹ്മണത്തിൽ അശ്വലൻ്റെ പ്രശ്നത്തിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടികളെല്ലാം ഉത്തമമാണ് എന്ന് ജനക മഹാരാജാവും വിദ്വത്സഭയും അംഗീകരിക്കുകയാണ് ഇവിടെ മൗനത്തിലൂടെ ചെയ്യുന്നത്. അങ്ങനെ പ്രഥമ ബ്രാഹ്മണം അവസാനിക്കുകയാണ്. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം സമാപ്തം. ഓം തത്സത്. ഇതിൽ 3 ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഞാനിനി എല്ലാ ബ്രാഹ്മണവും കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചോദ്യവും പറയാം, ഞാൻ തന്നെ ഉത്തരവും പറയാം. അല്ലെങ്കിൽ എല്ലാവർക്കും പല പല കാര്യങ്ങളുള്ളത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ജൽപരൂപ ഉപപത്തി എന്ന വാക്കിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ചതാണ് ജൽപരൂപം എന്നുള്ളത് അല്ലേ? നോക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വിവേക വൈരാഗ്യത്തിനെ കുറിച്ച് അല്ലേ? അതും നിങ്ങളുടെ. മൂന്നാമത്തെ ചോദ്യം, എന്താണ് സമ്പത്ത് ഉപാസന? ഇത്രയേ ഉള്ളൂ. 3 ചോദ്യമേ ഉള്ളൂ. കൂടുതൽ നമ്മൾ, കാരണം ഇതിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നുമില്ല. യജ്ഞയാഗാദികളെക്കുറിച്ച് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, വിവേക വൈരാഗ്യം അല്ലേ? ആ ബ്രഹ്മഭുവനാൻ ലോകാൻ അല്ലേ? അവിടെ നമ്മൾ പഠിച്ചില്ലേ? അതും പിന്നെ സമ്പത്ത് ഉപാസനയും. നമ്മൾ ചെയ്യുന്ന എല്ലാ ലളിതമായ ഉപാസനയും ഭാവന കൊണ്ട് വലുതാക്കാൻ സാധിക്കും. അതാണ് സമ്പത്ത് ഉപാസനയുടെ സങ്കല്പം അല്ലെങ്കിൽ പ്രാധാന്യം. അതുകൊണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് ഈ ബ്രാഹ്മണത്തിൽ നിന്നും മനനം ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി നമുക്കിനി തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ച നമുക്ക് അടുത്ത ബ്രാഹ്മണം ആരംഭിക്കാം. അതിനു മുമ്പ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ. ആർത്തഭാഗ ബ്രാഹ്മണം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ചർച്ച ചെയ്തിട്ട് ദ്വിതീയ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.